2002 നമ്മുടെ സാക്ഷാൽ ബിൽഗേറ്റ്സിനെ ഇന്ത്യയിലേക്ക് എത്തിച്ച, ഇന്ത്യ സന്ദർശിക്കാൻ പ്രേരിപ്പിച്ചൊരു സ്ഥാപനമാണ് നിങ്ങളിപ്പോൾ കാണുന്ന സത്യം കമ്പ്യൂട്ടേഴ്സ്. 2002 വരെ IT മേഖലയിൽ ഇൻഫോസിസ് എന്നതുപോലെ ഒരു വലിയൊരു ചലനം സൃഷ്ടിച്ച് ഒരു വലിയൊരു പേര് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞവരായിരുന്നു സത്യം കമ്പ്യൂട്ടേഴ്സ്. അതെങ്കിൽ പിന്നീട് നമ്മൾ സത്യം കമ്പ്യൂട്ടേഴ്സ് എന്ന പേര് കേൾക്കുന്നത് മറ്റൊരു വാക്ക് ചേർത്തിട്ടായിരുന്നു, സത്യം സ്കാം എന്ന് ചേർത്തിട്ടായിരുന്നു. നമ്മുടെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്ന് നമ്മൾ കണ്ടത് സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ അകത്തു നിന്നായിരുന്നു. സത്യം സ്കാം എന്ന് പിന്നീട് നമ്മൾ പറഞ്ഞു. അയാൾ ചെയ്തത് എന്താണെന്നറിയോ? സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഉടമസ്ഥൻ ചെയ്തതെന്ന് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഒരു കൃത്രിമം കാണിച്ചിട്ട് പ്രോഫിറ്റ് കൂട്ടിക്കാണിച്ചു. അങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ വഞ്ചിച്ചു. 14,000 കോടി രൂപയുടെ വെട്ടിപ്പാണ് അങ്ങനെ അതിലൂടെ അദ്ദേഹം നടത്തിയത്. ഇത് വലിയൊരു തിരിച്ചടിയാണ് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാക്കിയത്. പിന്നീട് നമ്മുടെ പല ഇൻവെസ്റ്റേഴ്സും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ മടിക്കുകയുണ്ടായി. അങ്ങനത്തെ പല പ്രശ്നങ്ങളും നടന്നു. ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല. എനിക്ക് സത്യം കമ്പ്യൂട്ടേഴ്സ് അതിനെക്കുറിച്ച് ഇവിടെ പറയേണ്ട ആവശ്യം എന്താണ്? നിങ്ങളറിയുക, സത്യം കമ്പ്യൂട്ടേഴ്സ് അവിടെ തെറ്റിച്ചത് എന്താണ്? നമ്മുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പോലെയുള്ള രേഖകൾ, അക്കൗണ്ടിങ് രേഖകൾ ഉണ്ടാക്കുന്നതിലുള്ള നിയമമാണ് അയാൾ അവിടെ തെറ്റിച്ചത്. അത്തരം നിയമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തണമെങ്കിൽ കൃത്യമായിട്ടൊന്ന് വേണം, ലീഗൽ എൻഫോഴ്സ്മെൻറ്റ് വേണം. അപ്പോൾ എന്താണ് ഒരു അക്കൗണ്ടൻ്റ് ചെയ്യേണ്ട ന്യായപരമായ കാര്യം? എങ്ങനെയാണ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്? ലോകത്തിൽ എല്ലാവർക്കും ഒരുപോലെ അക്കൗണ്ടിങ് പ്രൊസീജിയർ ഫോളോ ചെയ്ത് പോകുന്നെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ ചെയ്തു പോകാമെന്ന് കൃത്യമൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം തെറ്റുകൾ പലയിടത്തും നടന്നിരുന്നത്. പിന്നീട് കാലം എന്ത് ചെയ്തു? വലിയ വലിയ ബോഡികളിലൂടെ, ഗവൺമെൻറ്റിൻ്റെയും സെമി ഗവൺമെൻറ് ബോർഡുകളിലൂടെ ഈ പറഞ്ഞ എല്ലാ തെറ്റുകളും തിരുത്തണം. ഇതൊന്നും നമ്മൾ ഇന്ത്യയിൽ ആവർത്തിക്കാൻ പാടില്ല. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തന്നെ ബാധിക്കുന്നതാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ നിയമങ്ങളിലെ ലൂപ്ഹോളും തിരിച്ചറിഞ്ഞുകൊണ്ട് സർക്കാർ എന്ത് കൊണ്ടുവരികയാണ്? പല ബോർഡുകളും കമ്മിറ്റികളും കൊണ്ടുവന്ന അവസാനം നമ്മുടെ ഇന്ത്യയും ലോകവും എല്ലാം ഒരുപോലെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെ എല്ലാവരും വേണമെന്ന് തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. അവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെൽക്കം പരിപാടി നമ്മളിപ്പോൾ വീഡിയോ നോക്കാൻ പോകുന്നത് 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്താണ് ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്? അങ്ങോട്ട് എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ ഇ-കൊമേഴ്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ് കിട്ടും. ടെക്സ്റ്റ് ബുക്ക് ഇപ്പോഴേ അവൈലബിൾ ആണ്. ബട്ട് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. സിലബസ് എന്താ പറയുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യുന്നു, ആരുടെയൊക്കെ ആക്ടിവിറ്റി ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് കവർ ചെയ്യുന്നു എന്നുള്ളതാണ് മൊഡ്യൂൾ 1 അകത്ത് പറയുന്നത്. മൊഡ്യൂൾ 2 പറയുന്നത് ഡിപ്രിസിയേഷൻ എന്താണ്, അമോർട്ടൈസേഷൻ എന്താണ്. നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പണ്ട് കാലങ്ങളിൽ, ഇപ്പോഴല്ല, പണ്ട് കാലങ്ങളിൽ ഫ്രോഡുലൻസ് നടന്നിരുന്ന ഒരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുമ്പോൾ ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഡിപ്രിസിയേഷൻ, ഇൻടാഞ്ചിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും ഇവിടെയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ ബേസിക്സ് മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസിനെ ഡീറ്റെയിൽഡായിട്ട് നോക്കി പോകുന്നതാണ് ബാക്കി ഓരോ മൊഡ്യൂളും. മൊഡ്യൂൾ 3 അകത്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് എന്ത് പറയുന്നുണ്ട്? ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫൈനൽ അക്കൗണ്ട്സിൻ്റെ എലമെൻറ്റുകൾ എന്തൊക്കെയാണ്, ആ ഓരോ എലമെൻറ്റിൻ്റെ അകത്തും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. ഡീറ്റെയിൽ നമുക്ക് പേടിക്കേണ്ട, ഒരുപാടുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. വളരെ ബേസിക്കായിട്ട് എല്ലാവരും അറിയേണ്ട കാര്യങ്ങൾ, ഉറപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ഷുവറായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നു എന്ന് ഉറപ്പാക്കിയിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. അങ്ങനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററായിട്ട് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 4 അകത്ത് കൊമേഴ്സാർക്കൊക്കെ ഇത് പണ്ടേ അറിയാമെന്നുള്ള കാര്യമാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലേ. അതായത് എന്താണ്? ഈ പറയും പോലെ ലാഭം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ല അവർ നിലനിന്ന് പോകുന്നത്. അവർക്ക് എന്തോ ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള കമ്പനികളെ നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ അകത്ത് തന്നെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരുപാട് രീതിയിൽ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാം. പക്ഷെ അവരെന്ത് കമ്പനിയാണെങ്കിലും അവർക്ക് എന്ത് വേണം? എത്ര രൂപ അവർക്ക് ഇൻകം കിട്ടി, എത്ര എക്സ്പെൻസ് ഉണ്ടായി, കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്ത് പറഞ്ഞു? ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവിടെ കാണത്തില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്തേ പറ്റൂ? അവരുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തല്ലേ പറ്റൂ. അതവരെങ്ങനെയാണ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെയാണ് പറയുന്നത്? മൊഡ്യൂൾ 4 അകത്ത് ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഫൈനലി മൊഡ്യൂൾ 5 പറയുന്നത് എന്താണെന്നറിയാമോ? ഈ പറഞ്ഞ പോലെ അക്കൗണ്ട് ഫോർ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. നമുക്കറിയാം, എല്ലാവരും കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്ത് പോകുന്നവരല്ല. ചെറിയ ചെറിയ കടകൾ അങ്ങനെയുള്ളവരൊക്കെ
അറിയാതെ അവരെന്താ ഒരു സിംഗിൾ എൻട്രി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സിംഗിൾ എൻട്രി സിസ്റ്റം? അത് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഇത് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മളിതിനെ കാര്യമായിട്ട് എടുക്കണം? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ പറഞ്ഞ 5 മൊഡ്യൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. എക്സ്പേർട്ടുകളിൽ നിന്ന് തന്നെ പഠിക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ് എടുക്കുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സും പിന്നെ CA തുടങ്ങിയവരൊക്കെയാണ്. നമ്മുടെ ക്ലാസ്സുകൾ മിസ് ചെയ്യാതിരിക്കുക. വൈ കൊമേഴ്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാതെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഡു ഗോ ആൻഡ് ചെക്ക്. താങ്ക് യു ഓൾ.